ദസ് ലാൻഡ്. ലാൻഡ് എന്ന് പറയുന്നത് കൺട്രീനെയാണ് ഇവർ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി തുടങ്ങാൻ പോകുന്നത് ഓസ്തറൈഷ്. ഓസ്തറൈഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രിയനെയാണ് ഓസ്തറൈഷ് എന്ന് പറയുന്നത്. പക്ഷേ ഓസ്ട്രിയ അല്ല ഓസ്ട്രേലിയ, രണ്ടും രണ്ട് സ്ഥലത്താണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റരുത്, ബിക്കോസ് യൂറോപ്പിലുള്ളതാണ് ഓസ്ട്രിയ. ഇനി ദി ഷ്വൈസ്, ദ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദി ഷ്വൈസോ, അതെ, ജർമ്മനി തന്നെ, ജർമ്മൻ ഭാഷയിൽ തന്നെ ചില കൺട്രീസിന് മുമ്പിൽ നമ്മൾ ദ എഴുതണമെന്ന് കമ്പൾസറി. ഫോർ എക്സാമ്പിൾ ദ USA എന്നല്ലേ പറയുന്നേ. അപ്പോൾ അങ്ങനെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡി സ്വിറ്റ്സർലാൻഡ്, ദ സ്വിറ്റ്സർലാൻഡ് തന്നെ പറയണം. അപ്പോൾ ഡി ഷ്വൈസ്. നെക്സ്റ്റ് വരുന്നത് സ്പെയിൻ. സ്പെയിൻ വായിക്കുന്നത് സ്പാനിയൻ, സ്പാനിയൻ. അപ്പോൾ ഷ്പ, നമ്മൾ സ്പോട്ട് പറഞ്ഞ ആ ഒരു SP ഷ്പ പോലെ വരണം, സ്പാനിയൻ. ഇനി പക്ഷെ അതിന് ആർട്ടിക്കിളൊന്നുമില്ല, സ്പാനിയൻ എന്നേ പറയത്തുള്ളൂ. നെക്സ്റ്റ് ഡി തുർക്കൈ. അപ്പോൾ അഗൈൻ ദ ടർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഡി തുർക്കൈ തന്നെ പറയണം. ഓക്കെ, ഇപ്പോൾ ഡി തുർക്കൈ. ഇനി ഡി USA. USA എന്തുവാ നമുക്കറിയാലോ, USA. അപ്പോൾ അതിൽ ഡി USA എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇനി അഗൈൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അതും ആർട്ടിക്കിൾ ചിലത് ടേറും ദാസൊക്കെ ആവും. അപ്പോൾ കറക്റ്റ് ആർട്ടിക്കിൾ വെച്ച് പഠിക്കാൻ നോക്കാം. ഇനി ചൈന. ചൈന എന്നത് പറയുന്നത് ചീന, ചീന. ജപ്പാനോ നമ്മൾ ജെ എന്തായിട്ടാണ് പറയുന്നത്, യോട്ട്. അപ്പോൾ യാ പ്രൊണൗൺസിയേഷൻ ആണല്ലോ, അപ്പോൾ യാപ്പാൻ. എങ്ങനെ, യാപ്പാൻ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഡോയിഷ്. ടോയിഷ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ. അപ്പോൾ ടോയിഷ് ലാൻഡ് എന്തുവാ, ജർമ്മൻസിൻ്റെ നാട്, ജർമ്മനി. സാണ് പറഞ്ഞത് ഡാസ് ടോയിഷ് ലാൻഡ്. അപ്പോൾ എഗൈൻ ഇതിപ്പോൾ ഓർത്തിരിക്കരുതുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ജർമ്മനിൽ ഇപ്പോൾ ഇത് രണ്ട് വേർഡ്സ് ഒരുമിച്ചാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ലാസ്റ്റ് വരുന്ന വേർഡ് വെച്ചിട്ട്. അതെന്താ, ലാൻഡ്. അപ്പോൾ മേലെ നമ്മൾ ലാൻഡ് എന്താ പഠിച്ചേ, ദസ് ലാൻഡ്. അത് കാരണം ഡോയിഷ് ലാൻഡ് എന്തായി, ദസ് ഡോയിഷ് ലാൻഡ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ. അപ്പോൾ ഇന്ത്യനെ അവർ ഇന്ത്യ എന്നാണ് പറയുന്നത്. എങ്ങനെയാ, ഇന്ത്യൻ. സോ ഇത്തരം രാജ്യത്തിലെ കുറച്ച് രാജ്യം മാത്രം ഞാൻ എടുത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കി നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നോക്കാം. ബാക്കി രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രൊണൗൺസിയേഷൻ, അത് സെയിം പ്രൊണൗൺസിയേഷൻ ആണോ ഡിഫറെൻ്റ് ആണോ നിങ്ങൾക്ക് നോക്കാം.